ഹലോ ഗീസേ, വിജയ് ഡിവോഴ്സ്ഡ് ആവാൻ പോകുന്നു എന്ന ഒരു സംഗതി വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. വിജയുടെ സമയം നല്ല ബെസ്റ്റ് ടൈം അല്ലേ. വിജയുടെ ഭാര്യയായിട്ടുള്ള സംഗീത ഒരു UK-യിലാണ് ഒരു താമസമൊക്കെ. ഒരു 400 കോടി ആസ്തിയുള്ള ഒരു ബിസിനസ് വുമൺ, എൻട്രപ്രണർ അല്ലേ, ആ രീതിയിലാണ് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം പറയുന്നത് വിജയ്ക്ക് തൃഷയുമായിട്ട് ഒരു അഡൾട്ടറസ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊരു സംഗതി. അപ്പോൾ ഈ ഒരു അവിഹിതമാണ് അവർ ഡിവോഴ്സിന് കാരണമായിട്ട് നിരത്തിയിട്ടുള്ളത്. 2021 ടൈം മുതൽ വിജയും തൃഷയും തമ്മിൽ, സിനിമ നടിയായിട്ടുള്ള തൃഷയും തമ്മിൽ, അവർ തമ്മിൽ എന്തോ ഡിങ്കോൾഫിക്കേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ റൂമർ, ഗോസിപ്പ് മൊത്തം ഒരു സിനിമാ ലോകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം സിനിമയുടെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുവെ എന്താ വെച്ചാൽ ഒരാണും പെണ്ണും തമ്മിൽ ഇവർ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞു വരത്താൻ, ആ രീതിയിൽ ചിന്തിക്കാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൃഷയും വിജയും തമ്മിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതിനെ സ്വാഭാവികമായിട്ട് ഊഹിക്കാമല്ലോ ഇവർ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട് എന്ന് ആളുകൾക്ക് ഇങ്ങനെ പറയാൻ ഭയങ്കര. മുമ്പ് ചിമ്പും അതേപോലെ തന്നെ നയൻതാരി തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട് പറഞ്ഞിട്ട് ആളുകളുണ്ടായിരുന്നു. ഇപ്പം മലയാളത്തിൽ ഇതേപോലെ പലരും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഒരു അവസ്ഥയിലും, അതായത് വിജയ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് കാര്യമായി സ്വാധീനം ചെലുത്തുമോ ഇല്ലയോ എന്നാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏതൊരു ഇൻസിഡൻറ്റിനും ചില സാഹചര്യങ്ങളിൽ കാര്യമായി സ്വാധീനം ചെലുത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ വിജയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിജയ് സിനിമ എന്നത് അതായത് വളരെ സെലക്റ്റീവായിട്ടാണ് സിനിമ ചെയ്യുന്നത്. ഒരുപാട് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. വർഷത്തിലൊരു സിനിമ, 2 സിനിമ എന്നുള്ള ലെവലിലേക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് സംഗതി. അത് മൂപ്പർക്ക് അത് മതി എന്നുള്ള ലെവലിലാണ്. മൂപ്പര് പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആവുക, പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയുള്ള ഒരു സംഗതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പര് ടൈം, അതാണ് ഞാൻ പറഞ്ഞത് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഒരുപാട് വെല്ലുവിളികൾ മൂപ്പര് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കരൂരിലെ മറ്റേ തിക്കിത്തിരക്കിലെ ആളുകൾ മരിച്ചുപോയ ഒരു കാര്യം, വിജയനെ കുറേ ആൾക്കാർ തേച്ചൊട്ടിച്ചു. പിന്നെ പൊളിറ്റിക്സിൽ ഇറങ്ങുന്ന സമയത്ത് ഊഹിക്കാവുന്നുണ്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരിക്കും. അപ്പുറത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകൾ സ്വാഭാവികമായിട്ട് വലിയ രീതിയിൽ ഇവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും ഇപ്പുറത്തുള്ള ആളുടെ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, കേസുകൾ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് തൃഷയുമായിട്ട് അവിഹിതമുണ്ട് വിജയിക്കും. അതുകൊണ്ട് ഭാര്യ അവിഹിതം സഹിക്കാൻ പറ്റാണ്ട് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു. സ്വന്തം ഭാര്യയെ വഞ്ചിച്ച ആളാണ് വിജയ്. എന്നിട്ടാണ് നാട് നന്നാക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അവൻ എങ്ങനെ അത് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയിലേക്ക് തോട്ട് പോകും. ഓക്കെ, ഇത് തന്നെയാണ് ആളുകൾക്ക്, പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സിന്, ഈ പൊളിറ്റിക്കൽ ഫീൽഡിലെ ആളുകൾക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള എന്താ പറയുക, ഒരു ഒരു എന്താ പറയുക, ഗൂഢാലോചന ആണോ എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേസ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് പക്ക പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കാണ്ടിരിക്കുക, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നത് അതൊരു ഇപ്പോൾ പല അത് അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ്. ഇത് വളരെ സ്വാഭാവികമായിട്ട് എടുക്കണം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ പറ്റൂല എന്ന് തോന്നുന്ന സമയത്ത് നിർത്തിപ്പോകാവുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പുറത്തുനിന്ന് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ തൃശ്ശിയുമായിട്ട് വിജയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവാണ്ടിരിക്കാം. അത് വൈഫ് അറിഞ്ഞിട്ട് അങ്ങനെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തായിരിക്കാം. അല്ലെങ്കിൽ അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവാത്തതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താ വെച്ചാൽ, തൃശ്ശിയുമായിട്ട് അഡൾട്ടറസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് വിജയ്ക്ക്. അവർ ഒരുമിച്ച് പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്നു. വിജയുടെ പുതിയ സിനിമയിൽ തൃഷ പ്രത്യക്ഷപ്പെടുന്നു. ഇവർക്ക് ഫ്ലാറ്റ് ഉണ്ട് ചെന്നൈയിൽ, ഇവർ ഒരുമിച്ച് താമസിക്കുന്നു. ഈ ഒരു രീതിയിലൊക്കെയാണ് സംഗതികൾ പോകുന്നത്. നമ്മളിതാണ് പലരും വിശ്വസിക്കുന്നത്. നമ്മൾ കാണുന്നത് മാത്രം ആവണമെന്നില്ല ലോകം. എന്തായാലും വിജയുടെ പൊളിറ്റിക്കൽ കരിയറിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തുടക്കം മുതലേ വെല്ലുവിളികൾ മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വെല്ലുവിളി, പ്രധാനപ്പെട്ട മൂപ്പരെ ഷെയ്ക്കിയ തക്കതായ പ്രഹരശേഷിയുള്ളൊരു സംഗതിയാണ് ഈ തൃശ്ശിയുമായിട്ടുള്ള ബന്ധമുണ്ട്. സംഗീത ഭാര്യയായിട്ടുള്ള സംഗീത ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്ത് തരണോ, അതിലുള്ള റീസൺ ഈ അഡൾട്ടറസ് റിലേഷൻഷിപ്പാണെന്നൊക്കെ ഒരു സംഗതി. അപ്പോൾ ഇവിടെ ഞാനിതിനെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഇങ്ങനെ എടുക്കുക, അയാളൊരു പൊളിറ്റിക്കൽ ഇതിലിറങ്ങിയോണ്ട് മൂപ്പരെ മൊത്തത് മാറി അങ്ങനെയൊന്നല്ല ഞാൻ ആലോചിക്കുന്നത്. ഒരു സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു ഡിവോഴ്സ് സംഭവിക്കുന്നു. അതിനുള്ളൊരു കാരണമായിട്ടും ഭാര്യ പറയുന്ന ഈ ഒരു സംഗതിയാണ്.
അപ്പോൾ ഇത് എനിക്ക് അതിനപ്പുറത്തേക്ക് ആ മനുഷ്യനോട് അയാൾ ഇനി എങ്ങനെ നാട് നന്നാക്കാൻ ഇറങ്ങും, അല്ലെങ്കിൽ അയാൾ പക്ക ഫേക്കാണെന്നോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേസ്. ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, ഒന്നിക്കലും പിരിയലും വേറൊരാളോടുള്ള ഒരു സ്നേഹം സംഭവിക്കലും ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ വാർത്തകളിൽ കാണുന്ന ഈ ഗോസിപ്പ് ഇത് മാത്രമാവണമെന്നില്ല ജീവിതം. അതായിരിക്കണം എന്നില്ല റിയാലിറ്റി. പിന്നെ റിയാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ക്ലിയർ ആയിട്ടുള്ളൊരു സാധനം ആവണമെന്നില്ല. ഇപ്പം നമ്മൾ ആനേനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോയി എന്ന് പറഞ്ഞാൽ, ഒരാൾ വാല് പിടിച്ചിട്ട് ഇതാണ് ആന എന്ന് പറഞ്ഞു, ഒരാൾ കൊമ്പ് പിടിച്ചിട്ട് ഇതാണ് ആന പറഞ്ഞു, ഒരാൾ ചെവി പിടിച്ചിട്ട് ഇതാണ് ആന പറഞ്ഞു, അങ്ങനെ പല തരത്തിലുള്ള ഒരു സംഗതി ഉണ്ട്. അപ്പോൾ ശരിക്കുള്ള ആന എന്ന് പറയുന്നത് എല്ലാം മിക്സുമാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ഉള്ളൂ, വിജയുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ഇത് എന്താ പറയുക, അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കരിയറിനെ ഇല്ലാതാക്കാൻ പാകത്തിലുള്ള ഒരു സംഗതിയായിട്ട് മാറും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇങ്ങനെ വിവാദങ്ങളിലൂടെ അദ്ദേഹത്തിന് എന്താ പറയുക, ആളുകൾക്കൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ടായിരിക്കും. അയ്യോ പാവോലെ, അയാളുടെ ലൈഫിൽ ഇപ്പോൾ ഡിവോഴ്സ് ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട് മൂപ്പർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോൾ മൂപ്പരോടുള്ള ഇഷ്ടം കൂടുതലുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സ്വന്തം കുടുംബം നോക്കാൻ സാധിക്കാത്ത ആളാണോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് പറഞ്ഞിട്ട് പലർക്കും അങ്ങനൊരു വികാരമാണല്ലോ. അപ്പോൾ വിജയ് വളരെ സിനിമാറ്റിക് ആയിട്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയ റാലികളിലൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ്. അപ്പോൾ തിരിച്ച് ആളുകൾക്ക് അതാണ് ഇഷ്ടപ്പെട്ടുണ്ടാവുക എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനൊരു സാധനമായിട്ട് മൂപ്പര് അഡാപ്റ്റായി പോകുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ വളരെ സിനിമാറ്റിക്കായിട്ട് എടുത്തിട്ട് സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്ത പൊണ്ടാട്ടിയ കുട്ടികളും വഞ്ചിച്ച ആളാണോടാ ഞങ്ങളുടെ കാര്യം നോക്കണം പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ, എതിർചേരിയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനെടുക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഞാനിതിനെ സ്വാഭാവികമായി എന്നല്ല, എനിക്കിത് വലിയ അങ്ങനൊരു സാധനം ഇല്ല ഇതിൽ. എന്താണ് അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾക്കിത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. ഒരു മനുഷ്യൻ, ഓരോ മനുഷ്യനും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അയാൾ തിരിച്ചു വരട്ടെ, അയാളുടെ വൈഫും അവർക്കൊക്കെ ഒരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ഉണ്ടായിരിക്കട്ടെ, മാനസികമായിട്ടും എല്ലാ രീതിയിലും എന്ന് ആശംസിക്കുന്ന കേസ്. പിന്നെ വിജയിന് ഇതിന് മാത്രം ട്രോളാൻ മാത്രം, വിജയിന് ഇങ്ങനെ ക്രൂശിക്കാൻ മാത്രം ഒന്നും അയാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. ഇതൊക്കെ സ്വാഭാവിക ഒരു കാര്യമില്ല. ഇപ്പോൾ ഇവിടെ മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, അതേപോലെ തന്നെ ദിലീപ്, ഈ ഒരു സംഗതിയൊക്കെ മലയാളത്തിൽ ഈ കേരള സമൂഹം എത്രത്തോളം ചർച്ച ചെയ്താണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പലരും തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വരലുണ്ട്. ഇറ്റ് ഹാപ്പൻസ്, അത്രേ ഉള്ളൂ. ഞാനതിനെ നോർമലൈസ് ചെയ്യാമെന്നല്ല ഉദ്ദേശിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞ ആ ഒരു രീതിയിലാണ് കേസ്. അതിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് വളരെ നേർത്തായിട്ട് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. എനിക്ക് തോന്നുന്നതാണ് വിജയുടെ സമയം ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈമാണ്. എന്തായാലും മൂപ്പർക്ക് ഒരു അടിപൊളി കരിയർ ഉണ്ടാവട്ടെ, അത് മൂപ്പർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പിന്നെ ഇങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. ഇതിൽ ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിജയുടെ സിനിമ കണ്ടിട്ട് വളരെയധികം ഇൻസ്പയർഡ് ആയെന്നല്ല, വളരെയധികം മൂപ്പരെ ഇഷ്ടപ്പെട്ടിട്ടാണ് മൂപ്പരെ കല്യാണം കഴിക്കുന്നത്, അങ്ങനൊരു രീതിയിലാണ്. അപ്പോൾ അത് സിനിമാ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും അതുപോലെയുള്ളൊരു ലൈഫാവുമെന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമോ സംഗീതം എന്നാണ്. ലൈഫിൽ എപ്പോഴും ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒന്നല്ല ലൈഫ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതാണ് എന്നാണ് എനിക്കിതിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു പ്രധാന പോയിന്റ്.